കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ് ടി.പി. വധക്കേസ്. കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം ഏറെ വിവാദത്തിലായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം പരാജയപ്പെട്ടിരുന്നു. അതോടെ ഉദ്യോഗസ്ഥരുടെ മേൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ നിലവിലെ സർക്കാർ ശ്രമങ്ങൾ നടപ്പിലാകാതെ വന്നതോടെ ടി.പി. വധക്കേസ് പ്രതികൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം നൽകിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഹർജി അടുത്ത മാസം കോടതി പരിഗണിച്ചേക്കും. ഇപ്പോഴത്തെ വിവാദങ്ങൾ കാരണം ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നുണ്ടെങ്കിലും കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. CPM-ന് ഭരണം പോകുന്ന അവസ്ഥ കൂടി ഭാവിയിൽ ഉണ്ടായാൽ ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയുണ്ടാകും. ഇത് മുൻകൂട്ടി കണ്ടാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ്റേത് ക്രൂരമായ കൊലപാതകമെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചത്. വധശിക്ഷ നൽകിയില്ലെങ്കിൽ പോലും പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചവരുടെ ജീവപര്യന്തം കോടതി ശരിവെച്ചിരുന്നു. നിലവിൽ 12 വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ബാക്കി 8 വർഷം അനുഭവിച്ചാൽ മതിയാകും. എന്നാൽ ഈ കാലയളവിൽ പരോളോ മറ്റ് ഇളവുകളോ ഇല്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്നതാണ് ഹൈക്കോടതി വിധിയുടെ വ്യവസ്ഥ. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ഇതിനു പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി വിധിച്ചിട്ടുണ്ട്. കേസിലെ 1, 2, 3, 4, 5, 7 പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, K ഷിനോജ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. പുതിയതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടി.പി.യുടെ ഭാര്യ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകന് 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചിരുന്നു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷനും KK രമയും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചത്. നേരത്തെയും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കിയിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ പ്രതികൾ ജയിലിൽ കഴിയുമ്പോഴും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതിനായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, പ്രതികൾ ജയിലിൽ ചെയ്ത ജോലികൾ സംബന്ധിച്ച് കണ്ണൂർ, തൃശൂർ, തവനൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട്, പ്രതികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവയും കോടതി പരിശോധിച്ചു. 2012 മെയ് 4-നാണ് വടകര വള്ളിക്കാട് വെച്ച് ടി.പി. ചന്ദ്രശേഖരനെ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 36 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2014-ലാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ 2020 ജൂണിൽ കുഞ്ഞനന്ദൻ മരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ടി.പി. വധക്കേസ് CPM-ന് തലവേദനയായി തന്നെ തുടരുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും കണക്കിലെടുക്കാതെയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചതെന്ന വാദമാകും സുപ്രീം കോടതിയിൽ പ്രതികൾ ഉന്നയിക്കുക. ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയതിന്റെ പേരിൽ ശിക്ഷ വർദ്ധിപ്പിക്കാനാകില്ലെന്ന വാദവും ഉന്നയിക്കും. അതിനിടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. 3 ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ടി.പി. വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലായിരുന്നു ഉത്തരവ്. അതേസമയം ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയെന്നാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA വിമർശിച്ചത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്നും വിഷയം വിവാദമായപ്പോൾ സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും KK രമ ആരോപിച്ചു.
മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനായി ഉത്തരവിട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ടായ BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. TP വധക്കേസിലെ ശിക്ഷാ ഇളവിൽ പ്രതിപക്ഷം നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കാനിരിക്കെയായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. ഇതോടെ സ്പീക്കർ AN ഷംസീർ പ്രതിരോധത്തിലാവുകയും ചെയ്തു. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ല എന്നായിരുന്നു മുൻപ് സ്പീക്കർ സഭയിൽ പറഞ്ഞത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് പ്രതികളുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ TP കേസിൽ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി വിധിച്ച രണ്ടാം പ്രതി TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവരെ ഉൾപ്പെടുത്തുകയായിരുന്നു.